ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരിട്ടാ. അപ്പോൾ നമ്മളിന്ന് കുളകപ്പാറ കാണാൻ പോകണം കേട്ടോ. ഉരുൾപൊട്ടലുണ്ടായില്ല, ആ സ്ഥലം കാണാമെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ബത്തേരിക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിക്കാണ്ട് അങ്ങനെ അവിടെയും കണ്ടിട്ട് പോരാന്നും പറഞ്ഞിട്ട് അങ്ങനെ പുറപ്പെട്ട് പോകണേ. നല്ല മിസ്റ്റും മഞ്ഞും മൂടി കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, റോഡൊന്നും കാണുന്നില്ല കേട്ടോ. ഇതിലിങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റണില്ല. ആ കോലത്തിലാണുള്ളത്. അപ്പം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ വന്നിറങ്ങി കുട്ടികളും എല്ലാവരും കൂടെയാണ് പോന്നിട്ടുള്ളത് കേട്ടോ. അമ്മയും അശ്വും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബത്തേരിയിൽ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വന്നിറങ്ങിയിട്ടാണ്. ഫുഡ് ബേ പറഞ്ഞ ഈ ഹോട്ടലിലാണ്, റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അന്ന് കറക്റ്റാ വൈകിട്ട് പോയി, അന്ന് കറക്റ്റാ ഉള്ളിൽ കയറി പോയേറെ. ഇപ്പം എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് കഴിക്കാമല്ല. അതിപ്പോൾ നമ്മൾ എന്നിപ്പോൾ ഇങ്ങനെ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും ഒന്നും തിന്നൂലല്ല. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടാകുമ്പോൾ ഒരു രസമാണ്. ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വരിക, തിന്നുക, കഴിക്കുക എല്ലാവരും കൂടിയിട്ട്. കുട്ടികളായിട്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ല അത്. ഐഷു പോയി കമ്മനൂൻ്റെ ഒപ്പം അമ്മക്ക് പൈൻ പൊതിക്കേ ഓണെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ടെസ്റ്റ് ചെയ്തൂടെ. അതാ മുന്നിൽ ആദ്യം തന്നെ കൊടുന്ന് വെച്ചോ കേട്ടാ. ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ്. ഇത് സോസാണ്, കച്ചപ്പാണ് കേട്ടാ. ഇത് സുർക്ക വെള്ളം മുളകിട്ടുകാണ്ട്. പിന്നെ ഇതാ ഇത് വന്നിട്ട് ചെറുനാരങ്ങ ഉപ്പിലിട്ട് അതിങ്ങനെ അച്ചാറിട്ട് വെക്കൂല സുക്കിയിൽ. നല്ല മണവും നല്ല ടേസ്റ്റും കാണുന്നുണ്ടാവും. ഉപ്പും പുളിയാണ് സുക്കിയിലിട്ടൊക്കെയാണ് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റും മണം വരുന്നുണ്ട്. പിന്നെ ഇതാ സമ്മന്തിയും തൈരും. അപ്പോൾ ഓരോരുത്തർക്കുള്ള ഓരോരോ ഇതിക്കുള്ള ഓരോന്നാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത്. ബിരിയാണി ഓർഡർ ചെയ്ത പോലെ. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ എല്ലാറ്റിക്കും കൂട്ടാം. ഇത് പൊതുവായിട്ട് ഇങ്ങനെ ഉണ്ട്. നല്ല മണവും ടേസ്റ്റൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ. അവർക്ക് വേണ്ടത് ഇങ്ങനെ ഓർഡർ ചെയ്താണ്. ഐശ്വര്യ ഒരു അരുവിൽ പോയി ഇരുന്നപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഓരോരോ പ്ലേറ്റ് വെച്ച് കൊടുത്തേക്കണം കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇതാ ക്യാരറ്റും കക്കരിക്കൊക്കെ പൊറുക്കി തിന്നിട്ടാണ്ട് പ്ലേറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളായിട്ട് വരുമ്പോൾ ഒരു രസമാണ്. അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ. എന്താ അത് വെറും ചോറ്റിക്ക് നമ്മൾ പിന്നെ എവിടെ പോയാലും നമുക്ക് വെറും ചോറാണ് കേട്ടോ. വൈറ്റ് റൈസാണ് വാങ്ങുന്നത്. അതാകുമ്പോൾ പള്ളാർച്ച് തിന്നാനും ഒരു ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും, കുറേ കൂട്ടാനും ഉണ്ടാവും. ഞാൻ അതാ നോക്കുക. ബിരിയാണി നെയ്ച്ചോറ് ഇതൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ ഒരു ഇറച്ചി കൂട്ടാനും ഇതെല്ലാം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ രസമാണ്. ഇത് കുത്തൈരിൻ്റെ ചോറാണ് കേട്ടോ. അതിക്കൊരു മുളക് കൊണ്ടാട്ടുണ്ട്. നമുക്ക് കുത്തൈരി ചോറ് വല്ലാതെ ഇറങ്ങൂല. നമ്മൾ ഈ റേഷനരി തിന്ന് ശീലമായിട്ടേ എവിടെയെങ്കിലും പോയാൽ അത് ശരിക്കും പറഞ്ഞാൽ നല്ല വേവും ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഈ റേഷനരി ഇങ്ങനെ തിന്ന് ശീലമാകുമ്പോൾ ഇതൊന്നും വല്ലാതെ പോവില്ല. ഇത് തിന്നണവർക്ക് പിന്നെ റേഷനരി പറ്റൂല കേട്ടോ. ഇതാ മീൻ പൊള്ളിച്ചതാണ്, അതിക്കുള്ള സോസാണ് കേട്ടോ. ഇതൊന്ന് പുതിനയും ഒന്നും ഒരു തേങ്ങ അരച്ച പോലുള്ള ഒരു മയോണീസ് പോലുള്ള ഒരു ക്രീമാണ്. ഇപ്പോൾ ഇതാ ബിരിയാണി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആവൂലി ഓരോരുത്തർ വേണ്ടത് ഇങ്ങനെ ഓർഡർ ചെയ്തിക്കാണ്ട് അങ്ങനെ ഇന്നവർക്ക് ഇന്നത് മതിയെന്നും പറഞ്ഞപ്പോൾ അതിനനുസരിച്ചിട്ടാണ്. മുത്തൂന് ഫ്രൈഡ് റൈസ് മതിയായിരുന്നു. ഓക്ക് ഫ്രൈഡ് റൈസ്. ഹോസ്പിറ്റലിൽ പോണതുകൊണ്ട് ഇറച്ചി മീനൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞ കാരണം ഇപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ആക്കിയിരിക്കുന്നത്. അതിൽ കുറേ ഉണ്ട്. അത് കുറച്ച് കഴിക്കാറിഞ്ഞിട്ട് കുറച്ച് കഴിച്ചിട്ട് ഇനി ബാക്കി പാർസലാക്കാമെന്നും പറഞ്ഞിട്ടാണ്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. നമുക്ക് ഈ വെറുംചോറ് അറിയുമ്പോൾ അതിക്ക് കുറേ കറിയും കൂട്ടാനൊക്കെ ഉണ്ടാകും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയും അതാ പോയിക്കണു. ഇങ്ങനെ കുട്ടികളായിട്ട് വരുമ്പോൾ പറഞ്ഞാൽ ഒരു രസം തന്നെ കേട്ടോ.
നമ്മൾ ആവശ്യമുള്ളതൊക്കെ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ വന്നിക്കാണ്ടൊക്കെ ഒന്ന് തിന്നുമൊക്കെ ചെയ്യാം. എന്ന് വിചാരിച്ചാൽ ഇപ്പം നമ്മൾ എന്നും ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം നല്ലല്ല തിന്നുന്നത്. പെരിയിൽ വെച്ചുണ്ടാക്കുക തിന്നുക തന്നെയല്ലേ. പുറത്തുനിന്ന് ഒന്ന് തിന്നുമ്പോൾ അതൊരു രസം വേറെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ എവിടേക്കാ പോകുമ്പോൾ ഇപ്പോൾ ഒരു കല്യാണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ പോകുള്ളൂ. കാരണം മീനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എങ്ങനെ എന്നിട്ട് കൊടുക്കും കട്ട് ചെയ്താൽ അത്രയുണ്ട്. കക്കരിക്കൊക്കെ ഉണ്ട്. ഇതെന്താ കണക്കെടുക്കാൻ പോയാ? നല്ല കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ തോരനാണിത്. നല്ല തോരൻ, നല്ല ടേസ്റ്റ് കിട്ടാം. മണന്തേനെ നല്ലൊരു വ്യത്യാസമായിട്ടുണ്ട്. നമ്മൾ സാധാ ഒരു ഹോട്ടലിൽ കയറിയാൽ ഒരുമാതിരിയൊക്കെ ഉണ്ടാവും ചില ഹോട്ടലിലൊക്കെ. പക്ഷെ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് മോളിതാ ഓള് ബിരിയാണി അമ്നൂന് ഒരുക്ക് നമ്മൾ വെറും ചോറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ വരുമ്പോഴല്ലേ എല്ലാവരും കൂടെ ഇരുന്ന് കണ്ട് ഇങ്ങനെ തിന്നുമ്പോൾ രസമല്ലേ. ഇത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ, തൈര് പച്ചടി. എന്താ ടേസ്റ്റ് അറിയാം, നല്ല രസമുണ്ട് തിന്നാൻ. ഇനി ഇത് കൂട്ടാണ്, കടലയും വാഴയ്ക്കൊക്കെ കൂടെ വെച്ചിട്ടുള്ള ഒരു കൂട്ട്. ഇതും നല്ല ടേസ്റ്റുണ്ട്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കഴിക്കാൻ തന്നെ ഒരു സദ്യ തിന്നുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയും ഇവിടുന്ന് വാങ്ങി കഴിച്ചുകൊണ്ട് നമ്മളതാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വെയിൽ കാണുന്നുണ്ട്, ഒരു ഭാഗം നല്ല ഇരുട്ടുടിച്ച് നിൽക്കണുണ്ട് കേട്ടോ. എന്തായാലും നോക്കട്ടെ, ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലും അറിയില്ല അവിടേക്ക് എങ്ങനെയാണ് എല്ലാവരും വിടുന്നുണ്ടോ എന്താ ഏതൊന്നും അറിയുന്നില്ല. അപ്പോൾ മോനെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങോട്ട് ആരെയും അങ്ങനെ വിടുന്നില്ല ഇപ്പോൾ. എന്നിട്ട് പിന്നെ കുറേ നടക്കാനുണ്ട് കാരണം നമ്മൾ വണ്ടി പോകില്ല കാരണം. അപ്പം ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ എന്നും പറഞ്ഞിട്ട് ശരി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് പോരുകയാണ് ഇപ്പം നമ്മൾ. അപ്പോൾ പോകാതെ അവിടെ ഒറ്റ പോയിട്ട് ഇങ്ങോട്ട് കാണാതെ പോന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങാറ് കേട്ടാ. കണ്ടുപോരുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടായിട്ടുണ്ടാവും. ഇത്രയും ദൂരം വന്നതല്ലേ പറഞ്ഞിട്ട്. ശരി ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും മഴയൊക്കെ ഒന്ന് നിന്നിട്ട് പോകണം, പോയിട്ടൊന്ന് വീഡിയോ കാണുമ്പോൾ വേണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പോന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴത്തേന് ഇതാ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ എന്നും മഴ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ പോന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.